നമസ്കാരം, ഞാൻ അൽജോസ് പെരയാണ്, AJP ആണ്. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ നമ്മുടെ എർട്ടിഗയാണ് നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ വണ്ടി പരിചയപ്പെടുത്തുന്നത്, എർട്ടിഗയാണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇത് 7 സീറ്റർ ആണ്, 4 വീലുണ്ട്, അത് സ്മൂത്ത് ആയിട്ടുള്ള വീലാണ്. പിന്നെ ലൈറ്റ് ആണെങ്കിലും ഇതിന്റെ വൈപ്പർ ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു വണ്ടിയാണ്. നമുക്ക് എവിടെയും പോകുമ്പോഴും നമുക്കിത് യൂസബിൾ ആണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്ന വണ്ടിയാണ്. നല്ലൊരു വണ്ടിയാണ്, നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അധികം പെട്ടെന്ന് ചൂടാവില്ല. പിന്നെ ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ സ്വിച്ച് ഇട്ടാൽ കത്തും. നല്ലൊരു ഡ്രൈവിങ്ങിനൊക്കെ നല്ലൊരു കംഫർട്ടബിൾ ആണ്. രാത്രി കാലങ്ങളിൽ നമുക്ക് ഗേൾഫ്രണ്ടായിട്ടൊക്കെ യാത്ര ചെയ്യാം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് ലാമ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മഞ്ഞത്തൊക്കെ പോകുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഫ്രഷ്നെസ് അനുഭവപ്പെടും. നല്ലൊരു വണ്ടിയാണ് എർട്ടിഗ, യൂസ്ഫുൾ ആണ് എർട്ടിഗ, മാരുതി സുസുക്കിന്റെ വണ്ടി. അപ്പൊ നമ്മളിപ്പോ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കാറിന്റെ സെക്കൻഡ് റോയിലേക്കാണ് പോകുന്നത്. കാറിൽ ഇത് 7 സീറ്റർ അല്ല, 6 സീറ്റർ കാറാണ് അല്ലെ? സോറി, ഇത് 7 സീറ്റർ തന്നെയാണ്. കാരണം ഇതില് 3 പേർക്ക് ഇവിടെ ഇരിക്കാം, 3 പേർക്ക് ബാക്കിൽ ഇരിക്കാം. അങ്ങനെ നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് രണ്ടാം റോയില് 3 പേർക്കാണ് ഇരിക്കാൻ പറ്റുന്നത്. മൂന്നാം റോയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 സീറ്റർ ആണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ സീറ്റ് നമുക്ക് ബാക്കിലേക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇരിക്കാൻ പറ്റും. ഈ ഒരു സ്വിച്ചിൽ പിടിച്ച് നോക്കി കഴിഞ്ഞാല് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ റിലാക്സ് ആയിട്ട് കിടക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ഒരു എർട്ടിഗ കാറിന്റെ സ്പെഷ്യാലിറ്റീസ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഇവിടെയാണെങ്കിലും നമുക്ക് ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റിലാക്സ്, യൂബർ ഡ്രൈവർമാരാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ കിടക്കാം, ഉറങ്ങാം. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള കാറാണ്. ഒരു കാരവാൻ സെറ്റപ്പ് എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് കിടക്കാം, ഇരിക്കാം, ഉള്ളെടുക്കാൻ പറ്റില്ല, എന്നാലും നല്ലൊരു കംഫർട്ടബിൾ ആണ്. ഇതിന്റെ ഈ മേൽഭാഗവും കാര്യങ്ങളും എല്ലാം തന്നെ നല്ല രസമാണ്. പിന്നെ ഇതിന്റെ ലൈറ്റിംഗ് ഉണ്ട്. എന്താ ഉള്ളിൽ നമുക്കിപ്പോ രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ ലൈറ്റിംഗ് ഇടാം, ഇവിടെ ഇടാം, പിന്നെ അവിടെ ഇടാം. ഇപ്പൊ എല്ലായിടത്തും 2 സ്ഥലത്ത് ലൈറ്റ് ഇടാം. അപ്പോ എന്തായാലും നല്ലൊരു വണ്ടിയാണ് എർട്ടിഗ. നിങ്ങൾ വാങ്ങുക, ഇന്ന് തന്നെ ബുക്ക് ചെയ്തോ. അപ്പൊ ഇതിൽ നമുക്കൊരു ആന്റീന വരുന്നുണ്ട്. അത് നമുക്ക് FM കേൾക്കാൻ വേണ്ടിയാണ്, റേഡിയോ പ്രവർത്തിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇതില് മിറർ വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 2 മിറർ വരുന്നുണ്ട്. പിന്നെ സെന്ററിൽ ഒരു മിറർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിലേക്ക് വരുമ്പോ അടുത്തത് നമ്മള് പറയാൻ പോകുന്നത് ഡ്രൈവിംഗ് സീറ്റ് ആണ്. അപ്പോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുമ്പോ നമ്മളിപ്പോ ഗ്ലാസ് ഇപ്പോ മേളിലേക്ക് പൊക്കണം താത്താന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പ്രസ് ചെയ്ത് അമർത്തിയാൽ മതി. അതുപോലെ തന്നെ താത്തി കഴിഞ്ഞാല് ഇത് നല്ല രീതിയിൽ താഴ്ന്നും പോകും. അപ്പൊ ഇതിലേക്ക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുമ്പോ നമ്മള് പറയുകയാണെങ്കിൽ ഇതാണ് സ്റ്റിയറിംഗ് വരുന്നത്. ഇതിന്റെ ഒരു നല്ലൊരു സ്മൂത്ത്നെസ് സ്റ്റിയറിംഗ് ആണ്. ഇതിൽ ബ്ലൂടൂത്ത്, ഫോണ് എല്ലാം മോഡുണ്ട്. പിന്നെ ഇതില് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഗിയർ 5 ഗിയർ ആണ് വരുന്നത്. അപ്പോ ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക് വരുന്നുണ്ട്. ഇത് ആക്സിലേറ്റർ അല്ലേ, ഇത് ബ്രേക്ക്, ക്ലച്ച് അല്ലേ, കറക്റ്റ് അല്ലേ? അപ്പൊ എന്തായാലും ഇതൊരു വണ്ടി എന്ന് പറയുമ്പോൾ നല്ല സ്മൂത്ത്. പിന്നെ എടുത്തു പറയേണ്ടത്, ഇങ്ങോട്ട് കാണിക്കുമ്പോ ഇവിടെ AC വരുന്നുണ്ട്. AC-യുടെ കൂളിംഗ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ മോണിറ്റർ വേണമെങ്കിൽ വെക്കാവുന്നതാണ്, അത് സെപ്പറേറ്റ് ആണ്. പക്ഷെ ഇതിന്റെ സീറ്റിംഗ് ഇതിന്റെ സീറ്റിംഗ് ക്വാളിറ്റിയൊക്കെ ഒരു എന്താ പറയാ സ്മൂത്ത്നെസ് ഉണ്ട്. നല്ലൊരു ലെഗ് പ്ലേസ് ആണെങ്കിലും ഇപ്പോ നമുക്ക് നല്ല രീതിയിൽ ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ എന്താ പറയാ ക്ലച്ച് ആണെങ്കിലും ബ്രേക്ക് ആണെങ്കിലും ആക്സിലേറ്റർ ആണെങ്കിലും വരുന്നത്. അപ്പൊ എന്തായാലും ഒരു എല്ലാവർക്കും നമുക്ക് സ്പേസ് ആണ് എപ്പോഴും വേണ്ടത്. ഇങ്ങനെ കൂളിംഗ് ആയിട്ട് ഇങ്ങനെ വെക്കാം, വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഗിയർ ചേഞ്ചിങ് ആണെങ്കിൽ നല്ല സ്മൂത്ത്നെസ് ഉള്ള ഗിയർ ആണ് ഇത് വരുന്നത്.
അപ്പൊ നമുക്കിത് സീറ്റ് ബെൽറ്റ് ഉണ്ട്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സീറ്റ് ബെൽറ്റ് ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രൈസോടാണ്. അപ്പോ നിങ്ങളൊരു കാർ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അപ്പോ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലാണ് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ, കാറൊക്കെ പോലത്തെ വാഹനങ്ങൾ. അതാണെങ്കിൽ സ്കൂട്ടർ ആണെങ്കിലും ബൈക്ക് ആണെങ്കിൽ പോലും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിച്ച് എടുക്കുക. കാരണം ഒരുപാട് പേരുടെ ജീവനാണ് റോട്ടിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ട് വണ്ടി ഓടിക്കുക. ഏറ്റവും കൂടുതൽ ടാക്സിക്കാർക്കും യൂബർ ഓടിക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ എർട്ടിഗയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ലൊക്കേഷനുകളിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എർട്ടിഗ പോലത്തെ വണ്ടി എന്നാണ് ഞാൻ കണ്ടേക്കുന്നത്. പിന്നെ നമ്മളിപ്പോ സാധാരണക്കാരുടെ കല്യാണം പോലത്തെ ചടങ്ങുകളിലും ഹൗസ് വാമിങ്, പിന്നെ എന്താ പറയാ ബർത്ത്ഡേ ഫംഗ്ഷൻസ്, എല്ലാ ഫംഗ്ഷനുകളിലും ഇതുപോലത്തെ വണ്ടിയാണ് കൂടുതലും ഓടുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോ അടുത്തത് ഇനിയും പുതുപുത്തൻ കാറുകളുടെ മോഡിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ് ഈസ് AJP സൈനിങ് ഓഫ്. ടാറ്റ.